നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. പ്രതിഭയല്ല, ഇതൊരു പ്രതിഭാസമായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു പ്രതിഭ MLAയുടെ മകനെതിരെ കേസെടുത്ത്, അതും എക്സൈസ് വകുപ്പ് ഒരു കേസെടുത്ത് തൊട്ടു പിന്നാലെ അതിൽ പല മറിമായങ്ങളും സംഭവിച്ചിരിക്കുന്നത്. അതിലേറ്റവും അവസാനം കുറ്റക്കാരായി മാറിയിരിക്കുന്നത് മാധ്യമപ്രവർത്തകരാണ്. മാധ്യമങ്ങൾക്കെതിരെ കേസ് കൊടുക്കുമെന്ന് ഫേസ്ബുക്ക് ലൈവിലൂടെയും അല്ലാതെയും പ്രതിഭയുടെ മുറവിളി ഉണ്ടായതിന് പിന്നാലെ അതിലൂടെ ഉണ്ടായ ജാതീയമായ അധിക്ഷേപങ്ങളടക്കം ചൂണ്ടിക്കാട്ടി, ഭീഷണികളടക്കം എടുത്തു പറഞ്ഞുകൊണ്ട് ചാനലുകൾ പ്രതിഭയ്ക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. പ്രതിഭയുടെ മകൻ കഞ്ചാവ് സംഘത്തോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഒരു വലിയ വിഷയമല്ല. തൻ്റെ മകൻ്റെ കയ്യിൽ നിന്നല്ലല്ലോ പിടിച്ചത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. മകൻ ഉപയോഗിച്ചോ ഇല്ലയോ, ആ കൂട്ടുകെട്ട് നല്ലതാണോ മോശമാണോ എന്ന കാര്യത്തിലൊന്നും തന്നെ പ്രതിഭയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല. അതുകൂടാതെ മകൻ്റെ അറസ്റ്റ് നടത്തിയ മകൻ്റെയും സുഹൃത്തുക്കളുടെയും അറസ്റ്റ് നടത്തിയ ആലപ്പുഴയിലെ എക്സൈസ് സംഘത്തിലെ ഡെപ്യൂട്ടി കമ്മീഷണർ കൂടിയായിട്ടുള്ള PK ജയരാജന് നല്ലൊരു പണിയും തൊട്ടു പിന്നാലെ ലഭിച്ചിട്ടുണ്ട്. കേസെടുത്തതിന് പിന്നാലെ എക്സൈസ് കമ്മീഷണറെ സ്ഥലം മാറ്റിയ നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. അടിയന്തര നടപടിയായിട്ട് വേണം ഇതിനെ നോക്കിക്കാണാൻ. കാരണം അദ്ദേഹം സർവീസിൽ നിന്നും വിരമിക്കാൻ കേവലം 5 മാസമാണ് ശേഷിക്കുന്നത്. സാധാരണ ഇങ്ങനെ സർവീസിൽ നിന്നും വിരമിക്കാൻ അധികകാലമില്ലാത്ത സാഹചര്യത്തിൽ ശിക്ഷാ നടപടി എന്നോണം മാത്രമായിരിക്കും ഇതുപോലുള്ള പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറുകളോ അല്ലെങ്കിൽ മറ്റ് ട്രാൻസ്ഫറുകളോ ഒക്കെ തന്നെ ലഭിക്കുന്നത്, അല്ലെങ്കിൽ ചോദിച്ചു വാങ്ങിയായിരിക്കും പോകുന്നത്. അപ്പോഴാണ് കൊല്ലം സ്വദേശി കൂടിയായിട്ടുള്ള ഇദ്ദേഹത്തെ ആലപ്പുഴയിൽ നിന്നും മലപ്പുറത്തേക്ക് തട്ടിയിരിക്കുന്നത്. മലപ്പുറം ഡെപ്യൂട്ടി കമ്മീഷണറായിട്ടാണ് ഇപ്പോൾ ചുമതല നൽകിയിരിക്കുന്നത്. ആലപ്പുഴ ഡെപ്യൂട്ടി കമ്മീഷണറായി ഇദ്ദേഹം ചുമതല ഏറ്റെടുത്തിട്ട് കേവലം 3 മാസം മാത്രമേ ആയിട്ടുള്ളൂ. 3 മാസം തികയുന്നതിന് മുൻപാണ് ഇങ്ങനെ ഒരു തിടുക്കപ്പെട്ട നടപടി കൂടി ഉണ്ടായിരിക്കുന്നത്. പ്രതികാര നടപടിയായിട്ട് തന്നെയാണ് എക്സൈസ് ഉദ്യോഗസ്ഥരടക്കം ഇതേക്കുറിച്ച് മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ എക്സൈസ് വകുപ്പിനെതിരെയും അതുപോലെ മാധ്യമപ്രവർത്തകർക്കെതിരെയും ശക്തമായ നിലപാട് തന്നെയാണ് പ്രതിഭ സ്വീകരിക്കുന്നത്. ഓരോന്നിനും മറുപടി നൽകി അപഹാസ്യയായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രതിഭ. എന്നാൽ ലഹരി കേസുകളിൽ ഒട്ടനവധി ആളുകളെ അറസ്റ്റ് ചെയ്ത് ബിനാമി കള്ളുഷാപ്പുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്ന ഒരു പ്രഗത്ഭനായ ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു ഇപ്പോൾ സ്ഥലമാറ്റം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിഭയുടെ മകൻ കനിവിനെതിരെ കഞ്ചാവ് കൈവശം വെച്ചു എന്നതിൻ്റെ പേരിൽ തന്നെയാണ് കേസെടുത്തത്. FIR ഡീറ്റെയിൽസ് ഒക്കെ തന്നെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. കനിവ് ഉൾപ്പെടെയുള്ള സംഘത്തെയാണ് പോലീസ് പിടികൂടിയതും. കേസിലെ 9ാം പ്രതിയാണ് MLAയുടെ മകൻ. ആദ്യം മകൻ്റെ കൈവശം നിന്നും ഇത് ലഭിച്ചു എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചുവെങ്കിൽ പോലും പിന്നീട് ആദ്യം 90 ഗ്രാം എന്ന് പറഞ്ഞത് പിന്നീട് 30 ഗ്രാമായി, ശേഷം അത് 3 ഗ്രാമിലേക്കൊക്കെ തന്നെ എത്തിച്ചേർന്ന ചില പ്രതിഭാസങ്ങളും അതിനിടയിൽ കണ്ടിരുന്നു. എന്താണ് ശരിയായ വസ്തുത എന്നുള്ളത് എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കണമെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തൊട്ടു പിന്നാലെ തൻ്റെ മകൻ നിരപരാധിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് താൻ ഒരു ജയിലിലും ഒരു പോലീസ് സ്റ്റേഷനിലും പോയി തൻ്റെ മകനെ ജാമ്യത്തിലെടുക്കാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് ലൈവിലൂടെ പ്രതിഭ രംഗത്തെത്തി വലിയ രീതിയിലുള്ള ഒരു മുറവിളി തന്നെയാണ് നടത്തിയത്. സംഘത്തിൽ നിന്നും പിടിച്ചെടുത്ത 3 ഗ്രാം കഞ്ചാവ് കലർന്ന പുകയില മിശ്രിതം, അതിൻ്റെ നടുക്കുഭാഗത്ത് ദ്വാരമുള്ള ഒരു പ്ലാസ്റ്റിക് കുപ്പി, പച്ച പപ്പായത്തണ്ട് എന്നിവയൊക്കെ തന്നെ കണ്ടെടുത്തു എന്നാണ് FIRൽ പറയുന്നത്. പപ്പായത്തണ്ടും പ്ലാസ്റ്റിക് കുപ്പിയും ഒപ്പം തന്നെ കഞ്ചാവും എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്നുള്ളത് ഒരുവിധം ആളുകൾക്കൊക്കെ തന്നെ അറിയാവുന്നതാണ്. പ്രതിഭയുടെ മകൻ കനിവ് ഉൾപ്പെട്ട കഞ്ചാവ് കേസിൽ യുവാക്കൾ ലഹരി നുകർന്നത് ഒരു പുതിയ ശൈലിയിലൂടെയാണെന്നുള്ള റിപ്പോർട്ടുകളും ഇതോടൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട്. കോളേജ് ക്യാമ്പസുകളിൽ വ്യാപകമായി കാണുന്ന ഒരു രീതിയായി തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇതിൽ പപ്പായത്തണ്ട് ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കുന്നത് ഈ പുക വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്.